പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ കടുത്ത പ്രതിരോധമാണ് മാലദ്വീപിന് ഏറ്റുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം അവസാനിക്കാത്ത സാഹചര്യത്തിലും ചൈനയിലെത്തിയ മാലദ്വീപ് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ ഇന്ത്യയിലേക്ക് തിരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ്. അടുത്ത ദിവസങ്ങളിലായി മാലദ്വീപിന്റെ സാമ്പത്തിക സൂചിക വളരെ ഇടിവ് സംഭവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം മയപ്പെടുത്തി ഇന്ത്യയിലെത്തി മോദിയോട് നേരിട്ട് മാപ്പ് പറയാനുള്ള തീരുമാനത്തിലേക്ക് മാലദ്വീപ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇന്ത്യയിലെത്തി മോദിയെ കണ്ട് നേരിട്ട് മാപ്പ് പറയും എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനയിലെത്തിയ മാലദ്വീപ് പ്രസിഡന്റിന് മോദി വിഷയത്തിൽ ചൈനയുടെ പിന്തുണ ലഭിക്കാത്തതും അവരെ അങ്കലാപ്പിലാക്കിയിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രബല ശക്തിയായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. പാകിസ്ഥാനെ മാറ്റി നിർത്തിയാൽ മറ്റ് അയൽ രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കും ഈ രാജ്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ ബന്ധങ്ങൾ അടുത്തായി പല കാര്യങ്ങൾ കൊണ്ടും വിള്ളലുണ്ടായിട്ടുണ്ട്. ഭൂട്ടാനുമായി ഈയിടെയുണ്ടായ പ്രശ്നങ്ങളും ഉദാഹരണമാണ്. മാലദ്വീപിൽ കുറച്ചു കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ വികാരവും ശക്തമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും അധികാരത്തിലേറിയ ശേഷവും ഇന്ത്യക്ക് നേരെ വെറുപ്പ് ചൊരിയുകയായിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ആ വെറുപ്പ് എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ പരിഹാസ്യമായ അധിക്ഷേപം. ഇന്ത്യക്കടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ്. 1200ഓളം ചെറുദ്വീപുകൾ ചേർന്ന രാജ്യം. അതിൽ മിക്കതും ആൾപ്പാർപ്പുമില്ല. ആകെ ജനസംഖ്യ 52 ലക്ഷം മാത്രമാണ്. അടുത്ത് കിടക്കുന്നു എന്നതും സാംസ്കാരികമായ ബന്ധവും കാരണം ഇന്ത്യയുമായി ആഴമേറിയ അടുപ്പം മാലദ്വീപിന് വർഷങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴുന്നതാണ് അടുത്തിടെ കണ്ടത്. തുടർന്നായിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിൽ നേരിട്ടെത്തി മോദിയോട് മാപ്പ് പറയാൻ തീരുമാനിച്ചത്. ദീർഘകാലമായുള്ള പതിവാണ് മാലദ്വീപിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തിയ ആദ്യ സന്ദർശനം ഇന്ത്യയിലേക്ക് ആയിരിക്കുമെന്നത്. എന്നാൽ ഇക്കുറി ആ പതിവ് തെറ്റിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ ആദ്യ സന്ദർശനം തുർക്കിയിലേക്കായിരുന്നു. അതിനു പിന്നിലും പ്രത്യേക കാരണങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. കരവിസ്തൃതിയിൽ കേരളത്തിൻ്റെ 100-ൽ ഒന്നുമല്ലാത്ത ഒരു രാജ്യമാണ് മാലദ്വീപ്. 1966-ൽ സ്ഥാപിതമായ കാലം മുതൽ ഒരു സഹോദര രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് അഭേദ്യമായ ബന്ധമുള്ള രാജ്യമാണ് മാലദ്വീപ്. ആ ബന്ധത്തിലാണ് ഇപ്പോൾ ഉലച്ചിൽ വന്നിരിക്കുന്നത്. ഈ ഉലച്ചിലിന് പിന്നിൽ തീർച്ചയായും ചൈനയുടെ കളികൾ ഉണ്ടെന്നും വ്യക്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു തന്ത്രപ്രധാന ദ്വീപിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന പിന്നിൽ നിന്ന് നീക്കങ്ങൾ നടത്തുമെന്നത് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 75 ഇന്ത്യൻ സൈനികർ കുറച്ചു കാലമായി മാലദ്വീപിൽ തങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരെ ഉടൻ തന്നെ പിൻവലിക്കണമെന്ന് അറിയിക്കുകയായിരുന്നു. ഇന്ത്യക്കും മാലദ്വീപിനും ഇടയിൽ 100 സഹകരണ കരാറുകളും നിലവിലുണ്ട്. ഈ കരാറുകൾ ഒക്കെ പുനഃപരിശോധിക്കാൻ പോകുന്നുവെന്നാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് അന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ ആദ്യം മുതൽക്കേ തന്നെ അദ്ദേഹം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു പോന്നിരുന്നു. എന്നാൽ ഈ ബന്ധം കഴിവതും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചു വരികയായിരുന്നു ഇന്ത്യ. മുഹമ്മദ് മൊയ്സ് ആദ്യം തന്നെ അധികാരമേറ്റപ്പോൾ അഭിനന്ദനമറിയിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. പക്ഷേ തിരിച്ച് ഇന്ത്യയോട് നല്ല രീതിയിലുള്ള പ്രതികരണമല്ല ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടായി തുടങ്ങിയത് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നാണ്. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം പോസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വിനോദവും സാഹസികതയും ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ലക്ഷദ്വീപിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന്. ആ പോസ്റ്റിന് പിന്നാലെയാണ് ലക്ഷദ്വീപിലെ അപമാനിച്ചും അതുപോലെ തന്നെ ഇന്ത്യയെ അപമാനിച്ചുമുള്ള പരാമർശങ്ങൾ മാലദ്വീപിൽ നിന്നും ഉണ്ടാവുന്നത്. മാലദ്വീപ് മന്ത്രിമാർ തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുള്ളത് എന്നും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ നിരവധി പ്രതികരണങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻനിര ട്രാവൽ കമ്പനികളും മാലദ്വീപിനെതിരെ രോഷം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ യാത്രാ ബുക്കിംഗ് കമ്പനിയായ ഈസി മൈ ട്രിപ്പും മാലദ്വീപിലേക്കുള്ള എല്ലാ വിമാന ബുക്കിങ്ങുകളും റദ്ദാക്കി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം വർദ്ധിച്ച സാഹചര്യത്തിൽ പരാമർശം നടത്തിയ 3 മന്ത്രിമാരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് മാലദ്വീപ് ആദ്യം ചെയ്തത്. എന്നാൽ തുടർന്നും പ്രശ്നപരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് നേരിട്ടെത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കും എന്ന് പറയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വലിയ തലവേദന സമ്മാനിച്ചുകൊണ്ടാണ് മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരത്തിലേറിയത്. മാലദ്വീപിൽ നിലവിൽ അധികാരം കൈക്കൊള്ളുന്ന പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് അതിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് നേരത്തെ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറിയ ഉടൻ തന്നെ പുതിയ പ്രഖ്യാപനവും നടത്തി. മാലദ്വീപിൽ നിന്ന് വിദേശ സേനയെ പുറത്താക്കുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് പ്രചാരണത്തിനിറങ്ങിയത് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി നയതന്ത്ര പ്രതിസന്ധികളിലൂടെയാണ് ഇന്ത്യ മാലദ്വീപ് ബന്ധം കടന്നുപോയത്. അതിമനോഹരമായ ഈ ദ്വീപായ മാലദ്വീപ് ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്.
എന്നാൽ ഇവിടെ ഒരു കാലത്ത് ഭൂരിഭാഗം ജനങ്ങളും ഹിന്ദുക്കളായിരുന്നു. മാത്രമല്ല മാലദ്വീപ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലെ ചോള സാമ്രാജ്യത്തിൽ നിന്നുള്ളവരാണെന്നും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാജ്യം സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി മാറിയ ചരിത്രം വളരെ കൗതുകകരമായിരിക്കുമെന്നും ഉറപ്പാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ മാലദ്വീപിൽ എത്തിയതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചോളന്മാർ മാലദ്വീപിൽ എത്തുന്നതിന് മുൻപ് തന്നെ കലിംഗ രാജാവായ ബ്രഹ്മാദിത്യൻ അവിടെ ഭരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. അതായത് 9-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സാന്നിധ്യം മാലദ്വീപിൽ ഉണ്ടായിരുന്നു അത്രേ. ഇതിനുശേഷം ചോള രാജവംശം മാലദ്വീപിൽ അധികാരം സ്ഥാപിക്കുകയായിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ മഹാർബണ ആദിത്യൻ മാലദ്വീപ് ഭരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അവിടെ കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അറബ് വ്യാപാരികൾ വഴിയാണ് ഇസ്ലാം മതം മാലദ്വീപിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ബുദ്ധമതം കടന്നെത്തിയ സാഹചര്യത്തിൽ മാലദ്വീപിലെ ഹിന്ദുമത വിശ്വാസികളെല്ലാം ബുദ്ധമതം സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇസ്ലാം മതം എത്തിയതോടെ ഈ ബുദ്ധമതം സ്വീകരിച്ചവർ ഇസ്ലാം മത വിശ്വാസികളായി മാറുകയായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ അവസാനത്തെ ബുദ്ധ ഭരണാധികാരി തോവേമിയും ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നാണ് പറയുന്നത്. തോവേമി മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് പേര് മാറ്റിയതോടെ രാജ്യം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതായി നോട്ട് ഓൺ ദ ഏർലി ഹിസ്റ്ററി ഓഫ് മാലദ്വീപ് എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപിൽ ഇപ്പോൾ 98% മുസ്ലിങ്ങളാണുള്ളത്. ബാക്കിയുള്ള 2% ജനസംഖ്യ മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരും. എന്നാൽ അവർക്ക് അവരവരുടെ മതചിഹ്നങ്ങൾ പ്രയോഗിക്കുവാനോ പൊതുസ്ഥലത്ത് ഉത്സവങ്ങൾ ആഘോഷിക്കാനോ അനുവാദമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ആർക്കെങ്കിലും മാലദ്വീപ് പൗരത്വം വേണമെങ്കിൽ അവർ മുസ്ലിം ആയിരിക്കണം എന്ന നിയമവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതും സുന്നി മുസ്ലിം മാത്രം. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ദ്വീപിലെ മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാലദ്വീപിന് ഒരു വിനോദസഞ്ചാര രാജ്യമാണെങ്കിലും അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ മതം ആചരിക്കുന്നതിനും വിലക്കുണ്ട്. അവർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്താനും കഴിയില്ല. 2022-ൽ മാലദ്വീപിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിരുന്നു. ദ്വീപിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതിന് 3 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ അറസ്റ്റ് ചെയ്തതായി ആരോപണം ഉയർന്ന സമയത്തായിരുന്നു പ്രസ്തുത റിപ്പോർട്ട് പുറത്തുവന്നത്. ഇത്തരം നടപടികൾ അനിസ്ലാമിക ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാലദ്വീപിൽ പ്രവർത്തിക്കുന്ന NGOകൾ പോലും രംഗത്തെത്തിയിരുന്നു. ദ്വീപിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചതിനെ തുടർന്ന് NGOകൾ അപ്പീലും നൽകിയിരുന്നു. ഏകദേശം 29,000 ഇന്ത്യക്കാർ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. അങ്ങനെ താമസിക്കുന്നവർ ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക മതം മറച്ചുവെച്ചുകൊണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല മതപരിവർത്തനം പോലും അനുവദിക്കാത്ത തരത്തിൽ ഇസ്ലാമിക മതമൗലികവാദം ഇവിടെ ശക്തമാണെന്നുള്ളതാണ് വസ്തുത. ഒരു മുസ്ലിം പൗരനും സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു മതം സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിൽ അവർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. മതപരിവർത്തനത്തിന് ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷ ലഭിക്കുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും മാലദ്വീപ് സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. എന്നാൽ ഏകദേശം 1200 ദ്വീപുകളുടെ കൂട്ടമായ മാലദ്വീപ് 100ഓളം ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ബാക്കിയുള്ള ദ്വീപുകളിൽ ജനവാസമില്ല. ഈ ദ്വീപുകളിൽ പലതും വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതുമാണ്. വിദേശ വിനോദയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. പ്രതിവർഷം 10 ലക്ഷം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു എന്നാണ് കണക്കുകൾ. ഹണിമൂണിന് സ്വർഗം എന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. മതം അതിൻ്റെ ഉഗ്രരൂപത്തിൽ നിൽക്കുമ്പോഴും വിനോദസഞ്ചാരികൾക്ക് വാതിൽ തുറന്ന് സ്വാഗതമരുളുന്ന ദ്വീപായിരുന്നു ഇത്. ദ്വീപിലെ റിസോർട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നുമുണ്ട്. ആദ്യം ഇന്ത്യ എന്നുള്ളതായിരുന്നു മാലദ്വീപിലെ മുൻ സർക്കാരിൻ്റെ നയം. വ്യാപാരത്തിന് ഇന്ത്യക്ക് മുൻഗണന നൽകിയിരുന്ന സർക്കാരായിരുന്നു മുൻപത്തേത്. പുതിയ തെരഞ്ഞെടുപ്പോടെ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. മൊയ്സുവിൻ്റെ പാർട്ടിയും ചൈനയുമായി നല്ല ബന്ധമാണ് എടുത്തതും പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.